ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ 200 മില്യൺ കടന്നു. ആഗോള സ്ട്രീമിംഗ് മേഖലയിൽ അതിവേഗ വളർച്ചയാണ് കമ്പനി നേടിയത്. ജിയോ സ്റ്റാറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് ജിയോ ഹോട്ട്സ്റ്റാർ. ആരംഭിച്ച 2 മാസത്തിനുള്ളിൽ 200 ദശലക്ഷം പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ജിയോ ഹോട്ട്സ്റ്റാർ നേടി. സബ്സ്ക്രിപ്ഷനിലെ മുന്നേറ്റം ലോകത്തെ ഏറ്റവും വലിയ സ്ട്രീമിംഗ് സേവനങ്ങളിൽ ഒന്നാക്കി ജിയോ ഹോട്ട്സ്റ്റാറിനെ മാറ്റുന്നതായി ജിയോ ഹോട്ട്സ്റ്റാറിന്റെ വൈസ് ചെയർമാൻ ഉദയ് ശങ്കർ ബ്ലൂംബെർഗിനോട് പറഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ്, വാൾട്ട് ഡിസ്നി, ബോധി ട്രീ എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ജിയോ ഹോട്ട്സ്റ്റാർ. ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ICC ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയവയാണ് വളർച്ചയുടെ പ്രധാന കാരണം. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവയുൾപ്പെടെയുള്ള ടെലികോം പങ്കാളികളുമായുള്ള ബണ്ടിൽഡ് ഓഫറുകളിലൂടെയാണ് സബ്സ്ക്രൈബർ ബേസിന്റെ ഒരു പ്രധാന പങ്ക് ലഭിച്ചത്. പ്ലാറ്റ്ഫോം ഗണ്യമായ എണ്ണം നേരിട്ടുള്ള വരിക്കാരെയും ചേർത്തിട്ടുണ്ട്. ഫെബ്രുവരി 14-നാണ് പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടത്. 50 ദശലക്ഷം പെയ്ഡ് സബ്സ്ക്രൈബർമാരുമായായിരുന്നു ആരംഭം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ ഓട്ടോ ഘടക വ്യവസായം മുന്നേറ്റത്തിൽ. 2030 കയറ്റുമതി 3 ഇരട്ടിയാകുമെന്ന് നീതി ആയോഗ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് ഘടക വ്യവസായം $145 ബില്യൺ ഡോളറിലെത്തുമെന്നാണ് നീതി ആയോഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. കയറ്റുമതി $20 ബില്യൺ നിന്ന് $60 ബില്യൺ 3 ഇരട്ടിയാകുമെന്നും നീതി ആയോഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഓട്ടോമോട്ടീവ് വ്യവസായത്തിന്റെ ആഗോള മൂല്യശൃംഖലകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നാണ് നീതി ആയോഗ് റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് മേഖലയെക്കുറിച്ചുള്ള വിപുലമായ വിലയിരുത്തലാണ് റിപ്പോർട്ടിലുള്ളത്. മേഖലയിലെ അവസരങ്ങളും വെല്ലുവിളികളും റിപ്പോർട്ട് ഉയർത്തിക്കാട്ടുന്നു. ആഗോള ഓട്ടോമോട്ടീവ് വിപണികളിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങളും നീതി ആയോഗ് വ്യക്തമാക്കുന്നുണ്ട്. ഓട്ടോമോട്ടീവ് മേഖലയിൽ ഇന്ത്യയുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിരവധി തന്ത്രപരമായ സാമ്പത്തികേതര ഇടപെടലുകളും നീതി ആയോഗ് റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ വൈദ്യുത വാഹന മേഖലകളിൽ നിക്ഷേപം നടത്താൻ ഓസ്ട്രിയൻ കമ്പനികളെ ക്ഷണിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തലാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്ന നിരവധി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓസ്ട്രിയൻ കമ്പനികളോട് ആഹ്വാനം ചെയ്തു. ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, നവീകരണം എന്നിവയിൽ നിക്ഷേപ സാധ്യതകൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് മധ്യ കിഴക്കൻ യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് ഓസ്ട്രിയ അവസരം നൽകിയെന്നും ധനമന്ത്രി പറഞ്ഞു. ഇരുവർക്കും പരസ്പരം സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഓസ്ട്രിയൻ സാമ്പത്തികകാര്യ, ഊർജ്ജ, ടൂറിസം മന്ത്രി വുൾഫ്ഗാങ് ഹാർട്സ്മാൻ ഡോൾഫറിനൊപ്പം വിയന്നയിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യയ്ക്ക് ഉൽപാദന അടിത്തറ, മാനവ വിഭവശേഷി എന്നിവയുണ്ടെന്നും നിരവധി ഓസ്ട്രേലിയൻ കമ്പനികൾ ഈ രാജ്യത്ത് കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ട്രംപ് ഭരണകൂടം അധിക താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിനാൽ ആഗോള സാമ്പത്തിക വളർച്ച ഗണ്യമായി തിരിച്ചടി നേടുന്ന സമയത്താണ് നിർമ്മല സീതാരാമന്റെ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്ര. ഇന്ത്യയിൽ 110-ലധികം യൂണിക്കോണുകളും ആയിരക്കണക്കിന് വിജയകരമായ സ്റ്റാർട്ടപ്പുകളുമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. ഓസ്ട്രിയയ്ക്കും നന്നായി അംഗീകരിക്കപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുണ്ടെന്നും ദ്രുതഗതിയിലുള്ള പുരോഗതിക്ക് ഇവിടെ അവസരങ്ങളുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൗമാരക്കാർക്കുള്ള നിയമങ്ങൾ ഇൻസ്റ്റഗ്രാം കർശനമാക്കുന്നു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് റീലുകൾ ഇനി തത്സമയം കാണാൻ കഴിയില്ല. 16 വയസ്സിൽ താഴെയുള്ളവർ ഇനി ഇൻസ്റ്റാ റീൽസ് തത്സമയം കാണാമെന്ന് വിചാരിക്കേണ്ട. ഇവർക്ക് പൂട്ടിട്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം. മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ സന്ദേശങ്ങളിലെ അനാവശ്യ ചിത്രങ്ങൾ തടയുന്ന ഫിൽട്ടറുകൾ പ്രവർത്തനരഹിതമാക്കാനും കഴിയില്ല. വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ മെറ്റ ഇന്ത്യ സംഘടിപ്പിച്ച കൗമാര സുരക്ഷാ ഫോറത്തിലാണ് ഈ നടപടികൾ പ്രഖ്യാപിച്ചത്. യുവാക്കൾക്ക് സുരക്ഷിതവും പ്രായത്തിനനുസരിച്ചതുമായ ഓൺലൈൻ അനുഭവങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമാണ് ഈ അപ്ഡേറ്റുകളെന്ന് ഇൻസ്റ്റഗ്രാമിന്റെ പബ്ലിക് പോളിസിയുടെ ആഗോള ഡയറക്ടർ താര ഹോപ്കിൻസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച ഇൻസ്റ്റഗ്രാം കൗമാര അക്കൗണ്ടുകൾ ലോകമെമ്പാടുമുള്ള 54 ദശലക്ഷത്തിലധികം കൗമാരക്കാർ ഉപയോഗിക്കുന്നു. ഇതിൽ 13-നും 15-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരിൽ കുറഞ്ഞത് 97% പേരും ഇതുവരെ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്ത സംരക്ഷണ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഹോപ്കിൻസ് പറഞ്ഞു. ഈ വർഷം ഫെബ്രുവരിയിൽ മെറ്റ ഇന്ത്യ ടീൻ അക്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്തു. സുരക്ഷാ സംരംഭങ്ങളുടെ അടുത്ത ഘട്ടം യുവാക്കൾക്ക് സുരക്ഷിതവും പ്രായത്തിന് അനുയോജ്യതുമായ അനുഭവം നൽകും. അതേസമയം മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ കൂടുതൽ നിയന്ത്രണവും മേൽനോട്ടവും നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI വീണ്ടും തകരാറിലായി. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ എന്നിവയ്ക്ക് തടസ്സം നേരിട്ടു.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ശനിയാഴ്ച തടസ്സപ്പെട്ടു. ഈ മാസം 2ാം തവണയാണ് UPI ഇടപാടുകൾ മുടങ്ങുന്നത്. ഇത് രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഉപയോക്താക്കളുടെ ഇടപാടുകളെ തടസ്സപ്പെടുത്തി. ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകളെയും ഇത് ബാധിച്ചു. പരാജയപ്പെട്ട പേയ്മെന്റുകളും ഫണ്ട് ട്രാൻസ്ഫർ പ്രശ്നങ്ങളുമാണ് ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്തത്. മാർച്ച് 26-ന് സമാനമായ സാങ്കേതിക പ്രശ്നമുണ്ടായി. അന്ന് ഇന്ത്യയിലുടനീളമുള്ള ഉപയോക്താക്കൾ പേയ്മെന്റുകൾ നടത്താൻ ബുദ്ധിമുട്ടി. UPI നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കുന്ന NPCI സിസ്റ്റം പിന്നീട് പുനഃസ്ഥാപിച്ചതായി സ്ഥിരീകരിച്ചു. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏപ്രിൽ 2-ന് വീണ്ടും 100 കണക്കിന് പരാതികൾ റിപ്പോർട്ട് ചെയ്തു. പരാതികളിലേറെയും ഫണ്ട് ട്രാൻസ്ഫറുകളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.